അന്തർദേശീയ വാർത്തകളാണ് നമ്മൾ നോക്കിയത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നിലവിൽ MT. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് ഒന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒന്ന് താഴേക്കോ പോയിട്ടില്ല, അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണല്ലേ? കാളിദാസ്, MTയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന ശുഭവാർത്തയ്ക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം 8 മണിയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. അതിൽ MTയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഉള്ള പുതിയ വിവരങ്ങൾ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും കരുത്തോടുകൂടി തിരിച്ചു വരാനായി കേരളം മുഴുവൻ പ്രാർത്ഥനയിലാണ്. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, ഒരുപക്ഷെ നമ്മളെല്ലാം അക്ഷരത്തിൻ്റെ വഴിയിലേക്ക്, സാഹിത്യത്തിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ വലിയ എഴുത്തുകാരൻ, അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. നേരത്തെ അദ്ദേഹം സമാനമായ സാഹചര്യത്തിൽ വന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ MT എന്ന് പറയുന്നത്. ജീവിതത്തിൽ പോരാളിയാണ് അദ്ദേഹം, അതിജയിച്ച പോരാളിയാണ്. അതിജയിച്ച ആ പോരാളി വീണ്ടും മടങ്ങി വരുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. ഇനിയും അദ്ദേഹത്തെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാർ കൃത്യമായ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്ര പരിചരണം അദ്ദേഹത്തിനായി നൽകി വരുന്നുണ്ട്. ഇപ്പോൾ ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസമെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യരീതിയിലുള്ളൊരു സംവിധാനങ്ങളാണ്, ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ചിഞ്ചു റാണിയും രാഷ്ട്രീയ രംഗത്തെ, സാംസ്കാരിക രംഗത്തെ, സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, സംവിധായകൻ ഹരിഹരൻ അടക്കമുള്ള, നടൻ വിനീത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ തിരക്കാനായി, കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ആളുകൾ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൂടുതൽ അദ്ദേഹം വീണ്ടെടുത്ത് കരുത്തോടെ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് പങ്കുവെക്കാമെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാളിദാസ്, തീർച്ചയായും എന്തായാലും അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒട്ടാകെയുള്ളത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.